ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ സിനിമ അങ്ങനെ 33 ദിവസങ്ങൾ തിയേറ്ററുകൾ റൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 33-ാം ദിവസം ചൊവ്വാഴ്ച സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് വെറും 2,28,000 രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇതോടുകൂടി 33 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 37,37,00,000 രൂപയിലേക്ക് സിനിമയുടെ കേരള കളക്ഷൻ വന്നു നിൽക്കുകയാണ്. സിനിമയുടെ ടോട്ടൽ 33 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ വന്നു നിൽക്കുന്നത് 86,44,00,000 രൂപയിലേക്കാണ് മെഗാസ്റ്റാർ സിനിമ എത്തി നിൽക്കുന്നത്. സിനിമ ഇപ്പോഴും തരക്കേടില്ലാത്ത കളക്ഷനുമായി മുന്നേറുകയാണ്. അടുത്ത സിനിമ ബബ്ബബ്ബ മൂവിയാണ്. സിനിമ 19 ദിവസങ്ങൾ തിയേറ്ററുകളിൽ മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. 19-ാം ദിവസം കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 4,28,000 രൂപയാണ് സിനിമയ്ക്ക് ചൊവ്വാഴ്ച കളക്ഷനായി വന്നിരിക്കുന്നത്. ഇതോടുകൂടി 19 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 26,64,00,000 രൂപയിലേക്കാണ് സിനിമയുടെ 19 ദിവസത്തെ കളക്ഷൻ വന്നു നിൽക്കുന്നത്. ഇതോടുകൂടി ടോട്ടൽ 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 46,74,00,000 രൂപയിലേക്കാണ് ദിലീപ് നായകനായി വന്ന ബബ്ബബ്ബ മൂവി കളക്ഷൻ വന്നു നിൽക്കുന്നത്. സിനിമ 50 കോടിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. സർവവുമായും അങ്ങനെ 13 ദിവസങ്ങൾ തിയേറ്ററുകളിൽ മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. 13-ാം ദിവസം ചൊവ്വാഴ്ച സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 1,95,00,000 രൂപയാണ് സിനിമയ്ക്ക് ചൊവ്വാഴ്ച ദിവസം കളക്ഷനായി വന്നിരിക്കുന്നത്. ഗംഭീര കളക്ഷൻ തന്നെയാണ് നിവിൻ പോളി സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി 13 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 55,21,00,000 രൂപയിലേക്കാണ് നിവിൻ പോളി സിനിമയ്ക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 13 ദിവസം കൊണ്ട് 117 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഇനിയും സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യുന്നു. സിനിമ 150 കോടി ക്ലബിൽ കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.